Hello students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസിംഗ് അറേസ് ടു ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു അറേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ എങ്ങനെ ഒരു ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യാം. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു അറേ എങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാം, ആ അറേ വാല്യൂസ് എങ്ങനെ നമുക്ക് ഇൻപുട്ടായിട്ട് ഒരു ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഒരു സ്ട്രിംഗ് വാല്യൂവിനെ, അതായത് ഒരു സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യാമെന്ന്. ഇത് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കണ്ട ഒരു സെയിം പ്രോഗ്രാമാണ്. ഇതിൽ നമ്മൾ ഈ ഒരു സ്ട്രിങ്, ഈ കൈലാസ് എന്ന് പറയുന്ന സ്ട്രിങ്, ഇത് മെയിൻ ഫംഗ്ഷനാണ്. ഇതിൽ കൈലാസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെയാണ് ഈ സേ ഹൈ എന്ന ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ആ സ്ട്രിങ്ങിനെ ഇവിടെ വന്ന് ഫംഗ്ഷനിൽ വന്ന് ഒരു നെയിം എന്ന് പറയുന്ന അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം സ്ട്രിങ്ങിനെ നമുക്ക് ഒരു അറയിലോട്ട്, ഒരു ക്യാരക്ടർ അറയിലോട്ട് സി പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രിങ്ങിനെ നമ്മളിങ്ങനെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആയിരിക്കും പാരാമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ആ സ്ട്രിങ് ആയിരിക്കും ഇൻപുട്ടായിട്ട് ഫംഗ്ഷനിലോട്ട് ചെല്ലുന്നത്. അതിനെ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയിലോട്ട് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു. നെയിം അല്ലെങ്കിൽ നമുക്ക് പേര് സെറ്റ് ചെയ്യാം, ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി സെൻഡ് ചെയ്തത് ഒരു സ്ട്രിങ്ങിനെയാണ്, അറേ അല്ല, ഒരു സ്ട്രിങ്ങിനെയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അറേ എങ്ങനെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്, അതായത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ചാർ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് മെൻഷൻ ചെയ്തു, എന്നിട്ട് അറേയുടെ പേര് നമ്മൾ എഴുതി ഇവിടെ. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സ് മാത്രമേ കൊടുത്തുള്ളൂ. ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സൈസ്, അറേയുടെ സൈസ് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പം അതാണ് അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടത്. ഈ ഒരു സെയിം ഹെഡർ ഫയലിൻ്റെ അല്ലെങ്കിൽ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഈ ലൈനും കണ്ടിട്ട് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെമി കോളൻ മാത്രമാണ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതായത് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, നമ്മൾ ഈ അറേ വരുന്ന, അതായത് അറേ ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയായിരിക്കും. നമ്മളിവിടെ ചാർ, അതായത് ഡാറ്റ ടൈപ്പ് മാത്രം മെൻഷൻ ചെയ്താൽ പോരാ, അതൊരു അറേ ആണെന്ന് കാണിക്കാനായിട്ട് അറേ പേരും കൂടെ എഴുതി ബ്രാക്കറ്റും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ. സാധാരണ കേസിൽ ഒരു വേരിയബിൾ ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പും ഫംഗ്ഷൻ്റെ പേരും പിന്നെ അതിൻ്റെ അകത്തുള്ള ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രം നമുക്ക് മെൻഷൻ ചെയ്താൽ മതി. അതിൻ്റെ പേര് മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല, വേരിയബിളിൻ്റെ നെയിം മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ അറേ ആണ് എങ്കിൽ, ഈ ഫോർമൽ ആർഗ്യുമെൻസിൻ്റെ അകത്ത് അറേ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് അറേ ആണ് എന്ന് കാണിക്കണം. എന്നാലേ കമ്പൈലറിന് മനസ്സിലാവും ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു അറേ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടായിരിക്കും ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സെയിം അറേയുടെ പേരും ആ സ്ക്വയർ ബ്രാക്കറ്റ്സും കൂടെ മെൻഷൻ ചെയ്യും. അറേ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് സെമിക്കോളനും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അതായത് അറേ വരുന്നതെങ്കിൽ ഏകദേശം ഈ ഹെഡർ സ്റ്റേറ്റ്മെന്റിന്റെ സെയിം തന്നെയായിരിക്കും ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ഈ ഒരു സെമിക്കോളനും കൂടെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. അറേ ആണെങ്കിൽ നിർബന്ധമായും അറേയുടെ പേരും പിന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സും കൂടെ നമ്മൾ നിർബന്ധമായും ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ മെൻഷൻ ചെയ്യണം. ഇതൊരു കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുക, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോഗ്രാം തന്നെയാണ്, സെയിം സ്ലൈഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് വൺ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇതിലിവിടെ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഇത് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഏരിയ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷനാണിത്. ഇത് മെയിൻ ഫംഗ്ഷൻ. ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്ന അതിൻ്റെ പേര് മെൻഷൻ ചെയ്തു, എന്ന് ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 വേരിയബിൾസിനെ മെൻഷൻ ചെയ്തു. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ അതിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് 3 വേരിയബിൾസിനെ മെൻഷൻ ചെയ്തു. അതായത് ഈ ഫംഗ്ഷൻ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് ABC എന്നീ 3 വേരിയബിൾസിനെയും കൂടെ ഞാൻ ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. ഇവിടെ ആക്ച്വലി നടക്കുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ വേരിയബിൾസിനെ അല്ല ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന, ആ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ ABC എന്നീ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വേരിയബിൾസ് എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ ആണ് ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അതായത് ആ വാല്യൂ വന്ന് ഈ ഓരോ വേരിയബിൾസിലും അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും വന്ന് സ്റ്റോർ ആവുന്നത്. അല്ലാതെ ABC എന്ന വേരിയബിൾ അല്ല
ഇവിടെ വന്ന് എക്സ് വൈ ഇസഡിലോട്ട് സ്റ്റോർ ആവുന്നത്. എയിലും ബിയിലും സിയിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണോ, ഇൻറ്റീജർ ആണോ അല്ലെങ്കിൽ ഫ്ലോട്ട്, ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടോ ഡബിളോ എന്ത് വാല്യൂ ആയിരുന്നാലും ആ വാല്യൂ എന്താണോ അതിൻ്റെ ഒരു കോപ്പിയാണ് വന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ വേരിയബിൾസിലോട്ട് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ രീതി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അതിന് യാതൊരു ഒരു എഫക്റ്റും റിഫ്ലക്റ്റ് ആവത്തില്ല. അതായത് ഇവിടെ വെച്ച് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു എന്ന് കരുതി എന്നും പറഞ്ഞുകൊണ്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ചേഞ്ച് ആവത്തില്ല. കാരണം എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഇതിനു വേണ്ടിയുള്ള ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഈ എക്സ് വൈ ഇസഡിന് റോൾ ഉള്ളൂ. ഈ എക്സ് വൈ ഇസഡ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. അതേസമയം ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള എ ബി സിയുടെ വാല്യൂസ് ചേഞ്ച് ആവത്തില്ല. അങ്ങനെ ചേഞ്ച് ആവണമെങ്കിൽ അതിന് വേറെ പോയിന്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിക്ക് നിർത്തില്ല. അല്ലാതെ സാധാരണഗതിയിൽ ഇങ്ങോട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യുന്ന വേരിയബിൾസിന്റെ വാല്യൂസിന്റെ ഒരു കോപ്പി ആയിരിക്കും ഇവിടെ വന്ന് സേവ് ആകുന്നത്. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ വാല്യൂസ് ചേഞ്ച് ആവും. നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യുന്ന വാല്യൂസ് ഇവിടെ എത്തിയിട്ട് അതിനെ പിന്നെ ചേഞ്ച് ചെയ്താലും ആ ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ആവത്തില്ല. കാരണം അതിൻ്റെ ഒരു കോപ്പി ആണല്ലോ ഇവിടെ സേവ് ആവുന്നത്. ഇത് ഈ എ ബി സി എന്ന് പറയുന്നതിന്റെ വാല്യൂ ഈ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. അതിന് ഈ എ ബി സി എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ ചേഞ്ച് ചെയ്യണം, അല്ലാതെ ചേഞ്ച് ആവത്തില്ല. അതാണ് ഇതിന്റെ രീതി എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ അറേസിന്റെ കാര്യം വരുമ്പം ആ ഒരു കൺസെപ്റ്റിൽ ഒരു ചേഞ്ച് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാം. പാസിംഗ് അറേസ് ടു ഫംഗ്ഷൻസ്. അതായത് ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അറേസിനെ എങ്ങനെ മെൻഷൻ ചെയ്യാം, ആക്ച്വൽ പാരാമീറ്റർ ആയിട്ട്, അതായത് ഇൻപുട്ട് ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് ഒരു അറേ എങ്ങനെ മെൻഷൻ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ പ്രോഗ്രാം, ഇത് നമ്മൾ അറേസ് എന്ന തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരു അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റ്സിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ പ്രോഗ്രാമിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഈസി ആയിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ്. ഇതിൽ ഞാൻ 5 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന അറേയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 5 എലമെന്റ്സിന് ചോദിക്കും, നമ്മൾ കീബോർഡ് ഒരു എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അത് ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ എലമെന്റ്സിന്, ആ സ്റ്റോർ ചെയ്ത 5 എലമെന്റ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഫോർ ലൂപ്പ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചാണ് സമ്മ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ആ പർട്ടിക്കുലർ അറേ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ആക്ച്വലി ഫംഗ്ഷൻ്റെ ആവശ്യമില്ല, പക്ഷേ നമ്മൾ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിനെ എഴുതുകയാണ്. ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന് മാത്രം ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആക്കും. ബാക്കിയെല്ലാം മെയിൻ ഫംഗ്ഷനിൽ തന്നെയായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം മെയിൻ ഫംഗ്ഷനിൽ തന്നെ നിൽക്കും. അവസാനം ഈ പ്രിന്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് സം ഓഫ് ആൾ ദീസ് 5 നമ്പേഴ്സ് ഈസ് 20 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിന് കൂടെ മെയിൻ ഫംഗ്ഷനിൽ തന്നെ നിൽക്കും. ഈ സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ഒരു സെപ്പറേറ്റ് പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ട് വേണം. ആ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേയാണ്. ഈ അറേ എന്ന് പറഞ്ഞാൽ ഈ നം എന്ന് പറയുന്ന ഈ അറേയാണ്, 5 സൈസുള്ള അറേയാണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് വേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഇപ്പം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. കാരണം സം ഓഫ് ആൾ ദീസ് 5 നമ്പേഴ്സ് ഈസ് പെർസെൻറ്റേജ് ഡി എന്ന് പറയണം. ആ പെർസെൻറ്റേജ് ഡി അതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ പോർഷനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അത് വേണം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. ആ ഒരു രൂപമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. നമ്മുടെ ഈ ഫംഗ്ഷനെ, നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷന് കഴിഞ്ഞിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മെയിൻ ഫംഗ്ഷന് മുന്നേ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഫോളോ ഉപയോഗിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ചെയ്യുന്നതും നമ്മൾ കീബോർഡ് എൻ്റർ ചെയ്യുന്ന വാല്യൂ എല്ലാം സ്റ്റോർ ചെയ്യുന്നതും ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ്. ഈ ഫോളോ ഉപയോഗിച്ച് പ്രിന്റ് എഫ് സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഈ പ്രിന്റ് എഫ് സം ഓഫ് ആൾ ദീസ് 5 നമ്പേഴ്സ് ഈസ് പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ഡിയിൽ അവിടെ വേണം ടോട്ടൽ, ഈ എലമെന്റ്സിന്റെ ടോട്ടൽ എത്രയാണ്, സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരു ഫംഗ്ഷൻ കോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷന് ഞാൻ സം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആ സം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീജർ വാല്യൂ ആണ് തിരിച്ച് റിട്ടേൺ, ഇതൊരു പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ ആണല്ലോ സം കിട്ടേണ്ടത്. അപ്പം റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. സം എന്ന് പറയുന്ന അതിന്റെ പേര് ഞാൻ സെറ്റ് ചെയ്തു.
എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇൻറ്റ് അഡീഷൻ എന്ന് പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു അറേയാണ്. അറേയുടെ സൈസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അഡീഷൻ എന്നാണ് അറേയുടെ പേര് ഞാൻ കൊടുത്തത്. ഈ അറേ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ അറേയാണ്. സംഭവം ഈ അറേയിലോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന അറേ വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റോർ ചെയ്യുന്ന ഈ നം എന്ന് പറയുന്ന അറേയും കൂടെ സെൻഡ് ചെയ്യണം. എന്നാലല്ലേ അതിൻ്റെ അകത്തുള്ള എലമെന്റ്സിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ നം എന്ന് പറയുന്ന അറേയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഞാൻ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു, നം എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നപ്പോൾ ആ അറേയുടെ നെയിം മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ. ആ സ്ക്വയർ ബ്രാക്കറ്റ്സോ അറേയുടെ സൈസോ ഞാൻ ഇവിടെ ആക്ച്വലി മെൻഷൻ ചെയ്തില്ല. ഈ 5 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഉള്ളതാണ്, ഞാൻ പറയാം. അപ്പൊ അറേ ഞാനിവിടെ മെൻഷൻ ചെയ്തപ്പോൾ അറേയുടെ പേര് മാത്രമേ ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തുള്ള വാല്യൂ ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അറേയുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ അറേ ഇവിടെ സെൻഡ് ചെയ്യുമ്പം അത് വന്ന് ഇവിടുത്തെ ഈ അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, അറേ ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഈ ഒരു അറേ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ അഡീഷൻ അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, സൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഫംഗ്ഷൻ അടുത്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1 ഡയമെൻഷൻ അറേ ആണെങ്കിൽ അതിന്റെ സൈസ് കൊടുക്കേണ്ട കാര്യമില്ല, സൈസ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അറേ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഈ നം എന്ന് പറയുന്ന അറേ വാല്യൂ സെൻഡ് ചെയ്യുമ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ വാല്യൂ ആയതുകൊണ്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ ഇവിടുത്തെ പാരാമീറ്റർ ഫോം പാരാമീറ്റർ ആയിട്ടുള്ള ഒരു അഡീഷൻ എന്ന് പറയുന്ന ഇൻറ്റീജർ അറേയിലോട്ട് വന്ന് സ്റ്റോർ ചെയ്യും. ഇത് കറക്റ്റ് ആയിട്ട് അറേ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കണം. കാരണം കമ്പൈലറിന് മനസ്സിലാവണം അതൊരു അറേ ആണ് എന്ന് കമ്പൈലറിന് മനസ്സിലാവണം. അതുകൊണ്ട് അറേയുടെ സ്ക്വയർ ബ്രാക്കറ്റ്സും കൂടെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഈ 5 എന്ന വാല്യൂയും കൂടെ ഇതിന്റെ കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ സൈസ് തന്നെയാണ്, അറേയുടെ സൈസ് തന്നെയാണ്. ഈ അറേയുടെ സൈസ് ഇതിന്റെ കൂടെ സെൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അറേയുടെ സൈസും കൂടെ വേണം. കാരണം എന്നാൽ ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അറേയുടെ സൈസും കൂടെ വേണം എന്നുള്ളതുകൊണ്ട് ആ അറേയുടെ സൈസും കൂടെ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നു. മിക്കവാറും കേസിൽ അറേയുടെ സൈസും കൂടെ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അറേയുടെ സൈസും കൂടെ നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് ആയിട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഒരു ആക്ച്വൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ അറേ സെൻഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അറേയുടെ സൈസും കൂടെ നമ്മൾ തന്നെ സെൻഡ് ചെയ്യേണ്ടി വരും. അല്ല എങ്കിൽ ഇതിന്റെ അകത്ത് വെച്ച് ഈ അറേയുടെ സൈസ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് ഒരുപാട് പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ അറേയുടെ സൈസും കൂടെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യും. അതൊരു റൂൾ അല്ല, ഈ ഫംഗ്ഷൻ്റെ അകത്ത് അറേയുടെ സൈസ് വേണം എന്നുള്ളത് കൊണ്ടാണ് അറേയുടെ സൈസും കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അറേയുടെ പേരും പിന്നെ അറേയുടെ സൈസും ആ 2 വാല്യൂസ് ആണ് സെൻഡ് ചെയ്യുന്നത്. അറേ വന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഒരു അറേയിലൂടെ സ്റ്റോർ ചെയ്യുന്നു. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ ആണ്, സൈസ് ആണല്ലോ. അത് വന്ന് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ, ഇതാണ് ഈ ഫംഗ്ഷന്റെ ഹെഡർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അതിന്റെ ഹെഡർ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെയാണ് ഏകദേശം ഞാൻ ഇവിടെ അതിന്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സെമി കോളൻ എന്തായാലും വരും. ഇവിടെ ഇൻറ്റ് അഡീഷൻ ബ്രാക്കറ്റ്സ് ഇട്ടിട്ടുണ്ട്, അതും അതുപോലെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു വേരിയബിൾ ആയിരുന്നു എങ്കിൽ ജസ്റ്റ് ഇൻറ്റ് എന്ന് മാത്രം ഡിക്ലെയർ ചെയ്താൽ മതിയാണ്. ഇവിടുത്തെ കൊടുത്തിരിക്കും പോലെ ഇൻറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതിയാണ്. പക്ഷേ കമ്പൈലറിന് മനസ്സിലാവണം അതൊരു വേരിയബിൾ അല്ല, അറേ ആണെന്ന് കമ്പൈലറിന് മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അറേയുടെ പേരും പിന്നെ ആ സ്ക്വയർ ബ്രാക്കറ്റ്സും കൂടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അറേ ആണെങ്കിൽ നിർബന്ധമായും മെൻഷൻ ചെയ്യും. അതേസമയം രണ്ടാമത്തത് ജസ്റ്റ് ഒരു വേരിയബിൾ ആണ്, അതുകൊണ്ട് ഇൻറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇൻറ്റ് എക്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് വേരിയബിളിന്റെ പേരും കൂടെ മെൻഷൻ ചെയ്താലും വർക്ക് ആയിക്കോളും, കുഴപ്പമില്ല. പക്ഷേ നിർബന്ധമില്ല. പക്ഷേ അറേ ആണ് എങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിലും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം അതൊരു അറേ ആണെന്ന്. അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റ്സ് കൂടെ എഴുതണം. അവിടെയും സൈസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമ്മൾ സൈസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇവിടെ നിന്ന് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോളോ ഉപയോഗിച്ച് ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന അറേയിലുള്ള എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ആഡ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് സമ്മ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഈ ആഡ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തതിൻ്റെ ആ പോർഷനിലോട്ട് ഈ ആഡ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും തിരിച്ചെത്തുന്നത്. അത് വന്ന് ഇവിടെ %d എന്ന സ്ഥാനത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചോളൂ. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ നമ്മളിവിടെ അറേ ആണല്ലോ ഇങ്ങോട്ട് സെൻഡ് ചെയ്തത്. മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് അറേയുടെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അതാണ് ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നത്, ഈ അറേയിൽ വന്ന് സ്റ്റോർ ആവുന്നത്. നമ്മൾ ആക്ച്വലി ഈ അറേയുടെ വാല്യൂസിനെ അല്ല ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. വേരിയബിൾ ആയിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞു, വേരിയബിൾ ആയിരുന്നു എങ്കിൽ
അതിൻ്റെ വാല്യൂസിനെയാണ്, വേരിയബിളിനല്ല വാല്യൂസിനെയാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോപ്പിയാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അറേ ആണ് എങ്കിൽ നമ്മൾ വാല്യൂസിനല്ല സെൻഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ അറേയുടെ പേര് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തോളൂ. അറേയുടെ സൈസ് ഏതാണോ, ഇൻഡെക്സ് നമ്പേഴ്സ് ഏതാണെന്നോ, ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്നൊന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അറേയുടെ പേര്, ആ ലേബൽ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ നം എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ് ആണ് നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അറേയുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്തോളൂ. ആ അറേയുടെ ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ് ആണ് നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ആ അഡ്രസ് ആണ് ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ആ അഡ്രസ്സിൽ നിന്ന് ബാക്കിയുള്ള എലമെന്റ്സും അതിനെ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ് ആണ് അയക്കുന്നത്. ബാക്കിയുള്ള എലമെന്റും അതിന്റെ അഡ്രസ്സിന്റെ നെക്സ്റ്റ് പൊസിഷനിലോട്ട് നോക്കിയാൽ മാത്രം മതി. അതായത് ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ 6 എന്ന നമ്പറാണ് ആദ്യത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ, ആ 6 എന്ന എലമെന്റിന്റെ അഡ്രസ് ആണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. 6 എന്ന വാല്യൂവും അല്ല സെൻഡ് ചെയ്യുന്നത്, 6 എന്ന എലമെന്റിന്റെ അഡ്രസ് ആണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അഡ്രസ് ആണ് ഇങ്ങോട്ട് സെൻഡ് ആവുന്നത്. ആ അഡ്രസ്സിനെ ബേസ് ചെയ്ത് റെഫർ ചെയ്ത് ബാക്കിയുള്ള എലമെന്റ്സും കൂടെ ഈ അറയിലോട്ട് സ്റ്റോർ ആയിക്കോളും. ബാക്കിയുള്ള എലമെന്റ്സും കൂടെ സ്റ്റോർ ആവുന്നതും ബാക്കിയുള്ള എലമെന്റ്സിന്റെ അഡ്രസ് ആണ് ആക്ച്വലി ഈ അറയിലോട്ട് സ്റ്റോർ ആവുന്നത്. അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നെയിം ഡിഫറെന്റ് ആണ് എങ്കിലും ഈ അറേ തന്നെയാണ് ഈ അറേ. ഈ അറേയുടെ അതേ അഡ്രസ് തന്നെയാണ് ഈ അറേ. ഈ അറേയുടെ അഡ്രസ്സ്, ഈ അറേയുടെ ഓരോ എലമെന്റ്സിന്റെയും ഓരോ എലമെന്റും ഓരോ അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതേ അഡ്രസ് തന്നെയാണ് ഈ അറേയും യൂസ് ചെയ്യുന്നത്. അവരുടെ പേര് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ, സെയിം അഡ്രസ് തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ഈ അഡീഷൻ എന്ന് പറയുന്ന അറേയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, അറേ എലമെന്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയോ അറേ എലമെന്റ്സിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുകയോ ചെയ്താൽ, അതായത് ഇവിടുത്തെ 5ന്റെ 4ന്റെ ഒക്കെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ അത് കറക്റ്റ് ആയിട്ട് ഇവിടെയും റിഫ്ലക്റ്റ് ആവും. കാരണം അതേ സെയിം അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ വേരിയബിളിന്റെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. വേരിയബിളിന്റെ ഒരു കോപ്പിയാണ് ഇങ്ങോട്ട് ഫംഗ്ഷനിലോട്ട് വന്ന് സ്റ്റോർ ആവുന്നത്. പക്ഷെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അഡ്രസ് ആണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. രണ്ടും സെയിം അഡ്രസ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്ന അറേസ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അതിന് അതേ ചേഞ്ചസ് തന്നെ ഇവിടെയും ഉണ്ടാവും. കാരണം സെയിം സംഭവം തന്നെയാണ്, രണ്ട് പേരാണെന്നേ ഉള്ളൂ, സെയിം അഡ്രസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. അത് ലിമിറ്റേഷൻ ആയിട്ടും പറയാം, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും പറയാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ അറയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ചേഞ്ച് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ അറേയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഈ കണ്ടെത്തുന്ന ഈ സമ്മിന്റെ വാല്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്റീജർ വാല്യൂ മാത്രം നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്താൽ മതി. അറേയുടെ വാല്യൂസ് എന്തെങ്കിലും, അതായത് ഒരു അറേയുടെ വാല്യൂ തന്നെയാണ് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. കറസ്പോണ്ടിങ് ആയിട്ട് ഈ അറേയുടെ വാല്യൂ തന്നെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ മതി. ഇതിന്റെ വാല്യൂസ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഇനി ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഇതിൽ നിന്ന് ആ വാല്യൂസ് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അറേയുടെ വാല്യൂസ് ആണെങ്കിൽ, അല്ലാതെ ഇവിടുത്തെ സമ്മിന്റെ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ സെൻഡ് ചെയ്യാം. അല്ലാതെ ഈ അറേയുടെ വാല്യൂസ് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിലുള്ള ചേഞ്ചസ് ഇവിടെയും വന്നു കഴിഞ്ഞു. പിന്നെ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ അറേ തന്നെ യൂസ് ചെയ്താൽ മതി. അത് ഡിസ്പ്ലേ ചെയ്യുന്നത് തന്നെയാണ് സെയിം. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, വേരിയബിൾ പോലെ എല്ലാ അറേയുടെ അഡ്രസ് ആണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറേയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, അതായത് നമ്മൾ ഈ എൻട്രി സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലുള്ള അറേയിലും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാകും. കാരണം സെയിം അഡ്രസ് തന്നെയാണ് ഈ അറേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അത് ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. താങ്ക് യു.